അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഗർഭിണിയായ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രസവം നടക്കുന്നത് റമദാൻ മാസത്തിലാണ് എന്ന് കരുതുക. അപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളുണ്ട്. ഈ പ്രസവങ്ങളൊക്കെ റമദാൻ മാസത്തിൻ്റെ മുമ്പോ പിമ്പോ അല്ലെങ്കിൽ റമദാൻ മാസത്തിലോ ഷഅബാനിലോ റമദാനിലോ ഷവ്വാലിലോ ഈ രൂപത്തിൽ അടുപ്പിച്ച് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഒരുപാട് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കാരണം ആ സമയത്ത് നോമ്പ് പിടിക്കാൻ പറ്റില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക? കാരണം ഒന്നോ രണ്ടോ വർഷത്തെ നോമ്പുകൾ അവർക്ക് അടുപ്പിച്ച് നഷ്ടപ്പെട്ടു പോകുമ്പോൾ 100 നോമ്പിനടുപ്പിച്ച് അവർക്ക് പിടിക്കേണ്ടതായ സാഹചര്യം വരാറുണ്ട്. കാരണം 3 വർഷത്തെ നോമ്പെന്ന് പറഞ്ഞാൽ 90 നോമ്പോളം ഏകദേശം വരും. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താണ് ചെയ്യുക എന്ന് പലപ്പോഴും ആശങ്കയോടുകൂടി പല സഹോദരിമാരും ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗർഭിണിക്കും മുല കൊടുക്കുന്ന സ്ത്രീക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് നോമ്പ് പിടിക്കേണ്ടതില്ല. എങ്ങനെയാണെങ്കിൽ നോമ്പ് പിടിക്കുന്നത് കൊണ്ട് തൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിന് പ്രശ്നമുണ്ടാകുമെന്ന് ഭയപ്പെടുകയോ അല്ലെങ്കിൽ നോമ്പ് പിടിച്ചാൽ തനിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഭയപ്പെടുകയോ ചെയ്താൽ അവർക്ക് ആ നോമ്പ് ഒഴിവാക്കി പിന്നെ മറ്റൊരു ദിവസം പിടിച്ചു വീട്ടിയാൽ മതി എന്നുള്ളതാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ശാരീരികമായി ദുർബലതയുള്ള സ്ത്രീകളും ആരോഗ്യമുള്ള സ്ത്രീകളുമുണ്ട്. ആരോഗ്യമുള്ള സ്ത്രീകൾ ആ നോമ്പ് കുറേശ്ശെ പിടിച്ച് വീട്ടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ശാരീരികമായി ദുർബലതയുള്ള സ്ത്രീകളാണെങ്കിൽ അവരെ രോഗികളുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഫിദിയ കൊടുത്താൽ മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. അന ഇംറഅതഹു സഅലത് വഹുവ ഹുബല. ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നോമ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ്തിരി വ അത്ഇമി അൻ കുല്ലി യൗമിൻ മിസ്കീനൻ വലാ തഖ്ലി. നീ നോമ്പ് മുറിക്കുക, എന്നിട്ട് നോമ്പ് ഒഴിവാക്കുക, എന്നിട്ട് ഓരോ നോമ്പിനും മിസ്കീന്മാർക്ക് ആഹാരം കൊടുക്കുക, ഖളാ വീട്ടേണ്ടതില്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഇബ്നു അബ്ബാസ് ഖാല ലി ഉമ്മി വലദിൻ ലഹു ഹംല ഔ തുർലിഉ. ഗർഭിണിയോ അല്ലെങ്കിൽ മുല കൊടുക്കുന്നതോ ആയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഉമ്മു വലദിനോട് അഥവാ അടിമ സ്ത്രീയോട് പറയുന്ന ഒരു സംസാരമുണ്ട്. അന്തമിനല്ലദീന ലാ യഖീഖൂന അസ്സിയാമ. നിനക്ക് നോമ്പ് പിടിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് അലൈക്കൽ ജസാ, നീ അതിന് പ്രായച്ചിത്തം നൽകിയാൽ മതി. വലൈസ അലൈഹിൽ ഖളാ വീട്ടേണ്ടതില്ല. അപ്പോൾ ശാരീരികമായ ദുർബലതയുള്ളവർ ഈ നോമ്പ് ഏകദേശം 3 കൊല്ലത്തെ 90ഓളം നോമ്പുകൾ അടുപ്പിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 2 കൊല്ലത്തെ പാല് കൊടുക്കുന്ന സമയം, ഗർഭകാലം, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർ ആ നോമ്പുകൾക്ക് പകരം ഫിദിയ കൊടുത്താൽ മതി. ശാരീരിക ദുർബലതയുള്ളവർ, ആരോഗ്യമുള്ളവർ കുറേശ്ശെ ആ നോമ്പ് പിടിച്ചു വിട്ടണം. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.